അവർ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ആഗ്രഹിച്ചിട്ട് അതിന് പോലും 3 വർഷം താമസമെടുത്തപ്പോൾ ഗതികെട്ടിട്ടാണ് അവർ പുറത്തു വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് റെഗുലറായിട്ട് സ്ത്രീകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഗുണം അവർ ഒരു കുറ്റക്കാരായി ആരോപിതരായി വരുമ്പോഴൊക്കെ അവർക്ക് ഗുണം കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. ചലച്ചിത്ര പ്രവർത്തക ആശ ആച്ചി ജോസഫ് മീഡിയ മണ്ഡപം ചേരുന്നു. ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമല്ല, ഇതൊരു ലൂപ്പ് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്രയോ വർഷങ്ങളായിട്ട് ഒരു തരത്തിൽ മലയാള സിനിമ തുടങ്ങിയപ്പോൾ മുതൽ സംഭവിക്കുന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇന്നലെയോ നടക്കുന്ന കാര്യങ്ങളല്ല, എത്രയോ വർഷമായി കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ഒരു സിനിമയിലേറ്റവും അധികാരം ഉള്ളത് ഒരു പ്രൊഡ്യൂസർക്കോ ഡയറക്ടർക്കോ ഒക്കെയാണ്. അപ്പോൾ അവർ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു നിലനിൽപ്പിനെയും അതിൻ്റെ ഒരു സ്വഭാവത്തെയും ഒക്കെ എത്രയോ ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ WCCയുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് ഇടയിലാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഗുണം അവർ ഒരു കുറ്റക്കാരായി ആരോപിതരായി വരുമ്പോഴൊക്കെ അവർക്ക് ഗുണം കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. ഇപ്പം നോക്കുവാണെങ്കിൽ ഈ കേസ് എല്ലാതും നമ്മളെ കയ്യേറ്റം ചെയ്യുന്ന തരം കേസുകളാണ്. പക്ഷേ ഈ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്, പക്ഷേ ഇപ്പം ഞാനുമായി ബന്ധപ്പെട്ട ആ ഒരു ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ അത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് അയച്ചിട്ട് പോലും കൃത്യമായ രീതിയിലുള്ള ഒരു സംവിധാനത്തിൻ്റെതായ പ്രവർത്തനം, അതായത് അധികാര സ്ഥാനങ്ങളൊക്കെ വിട്ടിട്ട്, അതായത് ഇപ്പോൾ പോഷ് ആക്ട് പ്രകാരം പറയുകയാണെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവരെ അധികാര സ്ഥാനത്ത് നീക്കിയിട്ട് വേണം കാര്യങ്ങൾ തുടങ്ങാൻ എന്നുമുള്ളത് മുതൽ നമുക്ക് അതിന്മേലുള്ള കൃത്യമായ പ്രവർത്തനം കാണാൻ സാധിക്കുന്നില്ല. അതിപ്പോൾ ഗവൺമെൻറ് മാത്രമല്ല, പോലീസായാലും നീതിന്യായ അവസ്ഥകളായാലും വ്യവഹാരങ്ങളായാലും എല്ലാത്തിലും അത്തരം ഒരു നിലപാട് നമുക്ക് കാണാൻ സാധിക്കും. ഭരിച്ചുകൊണ്ടിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന എന്ന് പറയുമ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടി അല്ല എങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും അവരെ കൂടുതലായി എന്തെങ്കിലും തരത്തിൽ, പാർട്ടികളൊക്കെ വിട്ടേക്കൂ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ സ്വാധീനിക്കാമെങ്കിൽ ആ തരത്തിലെല്ലാം സ്വാധീനിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് സിസ്റ്ററിൻ്റെ കേസ് നമുക്കറിയാം. അതിൽ അവർ അധികാരത്തിലിരിക്കുന്ന ആരെക്കുറിച്ചുമല്ല പരാതി പറഞ്ഞത്, അത് വേറൊരു സംവിധാനത്തെക്കുറിച്ച്. പക്ഷെ എന്നിട്ടും അധികാരത്തിലിരിക്കുന്നവർക്ക് സ്വാധീനിക്കാൻ, നിയമവ്യവസ്ഥയെ സ്വാധീനിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ആഗ്രഹിച്ചിട്ട് അതിന് പോലും 3 വർഷം താമസമെടുത്തപ്പോൾ ഗതികെട്ടിട്ടാണ് അവർ പുറത്തു വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് റെഗുലറായിട്ട് സ്ത്രീകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ മാത്രം കാര്യം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പ് സിനിമകളിൽ പരാതിപ്പെടുന്നില്ല എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ വിഷയമായിട്ട് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പരാതികൾ വന്നിട്ട് നടപടികൾ ഇല്ലാതെയാവുന്നു. അതിലൊരു മാറ്റം ഇപ്പോൾ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും കൂടുതൽ ചാരിതാർത്ഥ്യമുള്ളത്, ഞാൻ പുറത്തു വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഈ ഒരു കേസ് പൊതുവെ ആൾക്കാർ കമ്പയർ ചെയ്യും, ഇത് എത്രത്തോളം ഭീകരമായ ഒരു കേസാണ്, എന്നാൽ പിന്നെ അതിന് ഇടപെടണോ വേണ്ടയോ എന്നൊക്കെ പറയുന്ന വരെ ചർച്ചകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറ്റാരോപിതരായിട്ടുള്ളവർ, ഇപ്പം എന്നെ പോലെയുള്ള ഒരാൾക്ക് വേറെ എന്തോ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പുറത്തു പറയുന്നത് എന്ന് വരെയുള്ള വളരെ വൃത്തികെട്ട ആരോപണങ്ങൾ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കേട്ടപ്പോഴും നമ്മൾ വിചാരിച്ചത് അടുത്ത ഒരാൾക്ക് ശക്തി വേണം, പരാതി പറയാനുള്ള തൻ്റെ ഇടമുണ്ടാവണം. അത് ഇത്രയും കുറച്ച് സമയത്തിനുള്ളിൽ ഉണ്ടായി എന്നുള്ളത് സീറോ ടോളറൻസ് ടു സെക്ഷൽ വയലൻസ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ്റെ തന്നെ ഒരു വിജയമായിട്ട് എനിക്ക്, ഞങ്ങളുടെ കൂടെയുള്ളവർക്കും നമ്മളെ അനുഭവിക്കുന്ന ഓരോരുത്തർക്കും തോന്നുന്നുണ്ട്. WCCയും ഹേമ കമ്മിറ്റിയും വന്നതിന് ശേഷമാണോ സിനിമയിൽ ഇത്തരത്തിൽ ഒരു തുറന്നു പറയാനുള്ള മനസ്സ് വരുന്നത്? അതുപോലെ തന്നെ ഇതിൽ പോലും ആഭ്യന്തര അന്വേഷണ സമിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആഭ്യന്തര അന്വേഷണ സമിതി കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ? WCC എന്ന് പറയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ നടി ആക്രമിക്കപ്പെട്ട കേസ് തന്നെയാണ് വരുന്നത്. അത് വലിയൊരു വലിയൊരു ഫ്ലഡ് ഗേറ്റ് ഓപ്പണിംഗ് ആയിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. കാരണം
അന്ന് ആ പ്രശ്നം നടന്ന അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യം കാണിച്ച ഒരാൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിപ്പോൾ ഇതും ഇപ്പോൾ ഇന്ന് വന്ന പരാതി ഇന്നലെ വന്ന പരാതിയും കുറച്ച് സമയം എടുത്തിട്ടാണ് വന്നത്. പക്ഷെ അന്ന് അതങ്ങനെ വന്നിട്ട് അതിൻ്റെ മുഴുവൻ എനർജിയും പ്രോആക്റ്റീവായിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മൾക്ക് എല്ലാവർക്കും ഒരു സമൂഹത്തിന് മുഴുവൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം നടന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ പ്രത്യേകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ WCC ഉണ്ടാകുന്നു. അതുവരെ കൂടിച്ചേരാതിരുന്ന സ്ത്രീകൾ കൂടിച്ചേരുന്നു. അതിനുശേഷം CM-നടുത്ത് പോകുന്നു. CM ഉടനെ തന്നെ ഒരു അന്വേഷണ കമ്മിറ്റി കാരണം ഇതെല്ലാം ആ പ്രഷറിൽ നിന്നാണ് വരുന്നത്. തീർച്ചയായിട്ടും LDF ഗവൺമെൻറ് അതിന് പ്രോആക്റ്റീവായിട്ട് അന്ന് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷം വന്നത് നമ്മളെ വളരെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാരണം അത് 5 വർഷമായിട്ട് അത് വെളിച്ചം കാണാതിരിക്കുന്നു. എന്നിട്ട് വീണ്ടും എനിക്ക് തോന്നുന്നത് ആ എനർജിയാണ് മുന്നോട്ട് വന്നിട്ട് പിന്നെ മാധ്യമപ്രവർത്തകരിലൂടെയും പൊതുജനങ്ങളിലൂടെയും അത് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നത്. പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വലിയ തരം വ്യത്യാസങ്ങൾ കാണുകയാണ്. അതായത് സ്ത്രീകളെ വിശ്വസിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാതിരുന്ന ഒരു ഇൻഡസ്ട്രിയിൽ സ്ത്രീകളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഒരു നമ്മൾ പറയില്ല ഒരു ഗ്രാഫ് ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് അതിഗംഭീരമായിട്ടുള്ള ഒരു വ്യത്യാസമാണ്. WCC കൊണ്ടുവന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ WCCയിൽ നേതൃത്വം നൽകിയ പലരും മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. ആശയും ആ രീതിയിൽ വിശ്വസിക്കുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു സമരം എടുത്തു നിന്നാൽ ഇപ്പം നമ്മൾ ഇത് സമരമാണെന്ന് പറഞ്ഞുകൊണ്ടല്ല ആരും ഇതിലേക്ക് വന്നത്. പക്ഷേ ഏതൊരു വ്യത്യസ്തമായ സമരങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അറിയാം. സ്ത്രീകൾ തന്നെ 10-15 വർഷത്തെ സമരങ്ങൾ നമ്മൾ കാണുമ്പോൾ, അതായത് തേയില തൊഴിലാളികളുടെ സമരം, ഇരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം, നഴ്സുമാരുടെ സമരം, ഇങ്ങനെ ഏതൊക്കെ ഏരിയയിൽ അതായത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള തൊഴിലാളികൾ ഉള്ള എല്ലാ സ്ത്രീകളും സിനിമയിലെ സ്ത്രീകളും അൺപ്രൊട്ടക്റ്റഡ് ലേബറേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ തൊഴിലാളികൾ വന്നിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ കാണുന്നത് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. സിനിമയിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല. പക്ഷേ സിനിമയിലുള്ള ആൾക്കാർ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളെ ശരീരങ്ങളായിട്ട് മാത്രം കാണാനുള്ള ഒരു ലൈസൻസ് സിനിമയ്ക്കുണ്ട്. കാരണം ഒരു നടിയെ അവരെ ഒരു ബഹുമാനവുമില്ലാതെ അവരെക്കുറിച്ച് പറയാനും അവർക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാനും ഒക്കെ ഒരു മടിയുമില്ലാത്ത ഒരു സാഹചര്യം ഏതോ കാലഘട്ടങ്ങളിൽ നിന്നാണ് നമ്മൾ അവള് ഇവള് വായി തോന്നിയ പേരുകൾ മുഴുവൻ വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഇത് സംസാരിക്കുന്നതിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ WCCയിലെ ആൾക്കാർ വലിയ 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 വിലകൾ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ ഇടമായിട്ട് മലയാള സിനിമ മാറണമെങ്കിൽ ഇനിയും എത്രമാത്രം മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് ആശയുടെ അഭിപ്രായം? നമ്മൾ ഇന്ന് കാണുന്നത് ഇപ്പോൾ നമുക്ക് ICC മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. എല്ലാ സംഘടനകളും ചേർന്നിട്ട് ICകളെ സിനിമയിൽ ഉണ്ടാകുന്ന ആഭ്യന്തര കമ്മിറ്റികളെ വിലയിരുത്തുന്ന ഒരു ബോഡിയുണ്ട്. അത് WCC കൊടുത്ത കേസിന്മേലുള്ള വിധിയുടെ ഒരു അടുത്ത സ്റ്റെപ്പായിട്ടാണ് അത് വന്നത്. അത് വലിയൊരു മാറ്റമാണ്. കാരണം ഏറ്റവും പ്രധാനമായിട്ട് പോഷ് നിയമം പറയുന്നത് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, റിഡ്രസൽ എന്നാണ്. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവെയർനെസ് ആണ്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം മനസ്സിലാക്കലാണ്. ഇപ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ പോലും കൺസെൻ്റ് എടുത്തിട്ട് മാത്രം ഒരാളെ സമീപിക്കാനായിട്ട് നിയമം നിർബന്ധിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എത്ര കാലമായി കാണുന്നു അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അപ്പം നിയമത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റവും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മലയാള സിനിമ. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ആദ്യത്തെ ഒരു ഏരിയ ആയിരിക്കും അത്. മുംബൈയിലെ സിനിമ സംഘടനകൾ പോലും അല്ലെങ്കിൽ മുംബൈയിലെ സിനിമാ പ്രവർത്തകർ നമ്മൾ കാണുന്നത് അവിടെയാണ് പലതും ആദ്യമായി സംഭവിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും പറയുമെങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം മലയാള സിനിമയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വളരെ അച്ചടക്കത്തോടെ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അതിനി ഇഷ്ടംപോലെ സമയമെടുക്കും, പക്ഷെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതായത് അച്ചടക്കത്തോടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് നടന്ന് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള ഒരു സംഘടന അല്ലെങ്കിൽ സംഘങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നമ്മൾ വി ആർ നിയറിങ് അറ്റ്ലീസ്റ്റ് ഒരു സ്ത്രീകൾക്ക് ഒരു സമാധാനത്തോടെ ജോലി സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, ഒരു സേഫ് സ്പേസ് ആയിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ മനോജിനൊപ്പം മുഹമ്മദ് റഫീഖ്, മീഡിയ 1 കൊച്ചി.